ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജി കെ പി എസ് സിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് നാളായി വീഡിയോ ഒന്നും ചെയ്യാത്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ്റെ ബാക്ക് എൻഡ് വർക്കിലായിരുന്നു. ഒറ്റയ്ക്ക് തന്നെയാണ് രണ്ട് കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ജി കെ പി എസ് സിയിൽ അധികം വീഡിയോ ചെയ്യാത്തത്. അത് മാത്രമല്ല, പഴയ രീതിയിൽ നിന്നുള്ള ആ ഒരു ഓഡിയോ ക്ലാസ് എന്നത് മാറ്റിയിട്ട് അത്യാവശ്യം നമ്മൾക്ക് ഒരേ സമയത്ത് വായിക്കുവാനും കേൾക്കുവാനും സാധിക്കുന്ന വീഡിയോ ക്ലാസ്സായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്, നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ജി കെ പി എസ് സി ഓൺലൈൻ എക്സാമാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പം കുറച്ച് കാലം മുമ്പ് നമ്മൾ പ്ലേ സ്റ്റോറിൽ ഈ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ടെസ്റ്റ് എന്ന നിലയിൽ ഫ്രീ ആയിട്ടാണ് കൊടുത്തത്. ആ സമയത്ത് ഏകദേശം ഒരു 10,000 അടുത്ത് ക്വസ്റ്റ്യൻസാണ് അതിലുണ്ടായിരുന്നത്. വളരെ നല്ല പ്രതികരണം തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 39,000-ലധികം ഡൗൺലോഡ്സ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം പിന്നെ ഈ ഡെവലപ്പർമാർക്ക് കൊടുക്കേണ്ട ചാർജൊക്കെ കൂടി, അതുപോലെ തന്നെ അപ്ഡേഷൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ലേറ്റ് ആയപ്പോൾ പിന്നീട് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ആപ്ലിക്കേഷൻ പിൻവലിച്ചു. അതിനുശേഷം ഏകദേശം അതിൽ 50,000-ഓളം ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പം ഒരു ഞാനും നിങ്ങളെ പോലെ തന്നെ ഒരു ജോബിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു സൈഡ് ബിസിനസ് അല്ലെങ്കിൽ സൈഡായിട്ടൊരു വരുമാനം എന്ന രീതിയിൽ ഈ ആപ്ലിക്കേഷൻ ഇപ്പം സബ്സ്ക്രിപ്ഷൻ ബേസിലാണ് കൊടുക്കുന്നത്. അത്ര വലിയ പൈസയൊന്നുമില്ല. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, പഠിച്ചു വരുന്ന കുട്ടികൾക്ക് സാമ്പത്തികപരമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ഒരു വിലയിലാണ് ഇത് കൊടുക്കുന്നത്. ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 100 രൂപയാണ് ചാർജ് ആവുന്നത്. അങ്ങനെ 100 രൂപ കൊടുത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. പിന്നീട് എല്ലാ മാസവും അത് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നിലവിൽ ഈ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ ഒരു 50 രൂപയാണ് നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നത്. അതായത് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ മാസവും 50 രൂപ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് തന്നെ എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരുപാട് ഓൺലൈൻ ആപ്ലിക്കേഷൻസ് കാണാറുണ്ട്. എന്നാൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും, ഇത്തരത്തിൽ എൻ്റെ ആപ്ലിക്കേഷനിലതുപോലെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഓരോ സംഭവങ്ങളും നമുക്ക് തന്ന സിലബസ് അനുസരിച്ചിട്ട് ഓരോന്നും ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് തന്നിരിക്കുന്ന വേറൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എന്തായാലും കാണാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് ഉപയോഗിച്ച് നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നുണ്ട്. ആപ്ലിക്കേഷൻ എന്താണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെ മൊത്തം കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഈ ആപ്ലിക്കേഷനോട് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് അതിൽ ആഡ് ചെയ്യാം. ഇത് എന്തുകൊണ്ട് ഉപകാരപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് PSC പഠിക്കുന്ന സമയത്ത് ഫസ്റ്റിൽ ഇങ്ങനെയുള്ള ബുക്കുകൾ വാങ്ങുമായിരുന്നു, ഒബ്ജക്റ്റീവ് ടൈപ്പ്. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ വായിച്ച് പോകുമ്പോൾ, നമ്മൾ വായിച്ചിട്ട് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും ഇതിങ്ങനെ ടിക്കറ്റ് കളയും. മനസ്സിലായില്ലേ? നമ്മൾ ഉപയോഗിച്ച ഇങ്ങനെ ടിക്കിടും. പിന്നീട് രണ്ടാമത് വായിക്കുമ്പോൾ എന്താണ്, ഈ ടിക്കറ്റ് കൊണ്ട് തന്നെ നമുക്ക് രണ്ടാമത് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതായാലും നമ്മൾക്ക് ടിക്കറ്റ് രണ്ടാമത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ അധികം പേരും ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മളൊരു കാര്യം പഠിച്ചതിന് ശേഷം, ഇപ്പോൾ കമ്മ്യൂൺ സ്റ്റഡി ആയിക്കോട്ടെ, നമ്മൾ ഇരുന്ന സംഭവം പഠിക്കുന്നു, പിന്നീട് എല്ലാവരും ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പം ചില ആൾക്കാർക്ക് ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നുണ്ട്, വളരെ ഉപകാരപ്പെടുന്ന കാര്യം, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ചോദ്യം ചോദിച്ചിട്ട് നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് മെയിനായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നിരുന്നാലും പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഇപ്പം ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ പെങ്ങളുടെ മകളുണ്ട്. അപ്പോൾ അവളോട് പറയും, നീ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഭാഗത്ത് നിന്ന് ഇത്ര ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പം എന്നോട് ചോദിക്കും. അപ്പം ഞാൻ ഇങ്ങനെ ഉത്തരങ്ങൾ പറയും. അപ്പോൾ എനിക്ക് നല്ലൊരു രസമായിട്ട് തോന്നും. അതുപോലെ തന്നെ നമ്മൾ ഒട്ടുമിക്ക പേരും പഠിക്കുന്നവർ അങ്ങനെ ചെയ്യാറുണ്ട്. അടുത്ത കൂട്ടുകാരോടെയാണ് ഞാൻ ഇത് പഠിച്ചിട്ടുണ്ട്, ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആരും ഇല്ലാത്ത ആൾക്കാർക്ക്, ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി ഒരാളില്ലാത്തവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് GKPSC ഓൺലൈൻ എക്സാം എന്ന ആപ്ലിക്കേഷൻ. ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് GK, അതുപോലെ തന്നെ മലയാളം ഗ്രാമർ, പിന്നെ ഇംഗ്ലീഷ് ഗ്രാമർ, ഇതെല്ലാം നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കറണ്ട് അഫെയർ കുറച്ച് കാര്യങ്ങൾ, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പുരസ്കാരങ്ങൾ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തികൾ, ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അതുപോലെ തന്നെ CAG, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ആൾക്കാരുടെ പേരുകൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് കറണ്ട് അഫെയറിൻ്റെ ഭാഗത്തിൽ വരുന്നത്. ബാക്കി SCERT 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠത്തിലെ ക്വസ്റ്റ്യൻസുകളാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ പരീക്ഷകളിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനുകളും ഇതിലുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. നിലവിലിപ്പോൾ 50,000-ഓളം ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, വളരെ തുച്ഛമായ തുകയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ആദ്യം നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ 100 രൂപ കൊടുക്കണം, പിന്നെ എല്ലാ മാസം 50 രൂപ വെച്ച് മാത്രമേ നിങ്ങൾ ഈടാക്കുന്നുള്ളൂ. അപ്പം ഞാൻ മുമ്പ് വാങ്ങിയൊരു പുസ്തകമാണിത്, കണ്ടില്ലേ?
ക്വിസ് ലോഗൻ ടോട്ടൽ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത്രയും വലിയൊരു പുസ്തകത്തിൽ എനിക്ക് വന്നിരിക്കുന്നത് 44,000-ഓളം ക്വസ്റ്റ്യൻസാണ് ഇത്രയും വലിയ ബുക്കിൽ വന്നിരിക്കുന്നത്. ഇതിന് ഞാൻ കൊടുത്ത പൈസ എന്ന് വെച്ചാൽ 1000 രൂപക്കാണ് ഈ ബുക്ക് വാങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ചെറിയ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് 50,000-ഓളം ക്വസ്റ്റ്യൻസ് ലഭ്യമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ രാമായണം, ഖുർആൻ തുടങ്ങിയിട്ടുള്ള മതഗ്രന്ഥങ്ങളിലെ ക്വസ്റ്റ്യൻസ് പോലും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മളെ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് എന്താണോ പഠിക്കേണ്ടത് അത് മാത്രം തിരഞ്ഞെടുത്തിട്ട് ആഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലൂടെ ഞാനിപ്പം എന്താ പറയുക, നമ്മൾ 2020 കാലഘട്ടങ്ങളിൽ നടന്ന മുന്നിൽ LDCയുടെ മെയിൻ സിലബസ് അനുസരിച്ചിട്ടാണ് ഇതിൽ പാഠ്യവിഷയങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് ഓരോരോ സബ്ജക്റ്റ് ഇങ്ങനെ ഇതിപ്പോൾ ഏകദേശം 244-ഓളം സബ്ജക്റ്റുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്രയും സബ്ജക്റ്റുകളും ഓരോന്നും ഓരോരോ സബ് കാറ്റഗറി ആയിട്ടാണ് ഇതിൽ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനും കൂടി ഇത് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരു വരുമാനം എന്ന രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തേനെ. പക്ഷേ എപ്പോഴും അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ ഒന്നാമത് നമ്മളൊരു കാര്യം ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ അധികം ആൾക്കൊരു വില ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരു നല്ല കാര്യം നമ്മൾക്കറിയാം അത് പെർഫെക്റ്റ് ആണെന്നെങ്കിൽ നമുക്കത് അങ്ങനെ കൊടുത്ത് ഒരു പൈസ വാങ്ങുന്നതുകൊണ്ട് വേറെ മോശമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, അത് മാത്രമല്ല, ഇങ്ങനെ പഠിക്കുന്നവർക്ക്, അതായത് എൻ്റെ കൂടെ എന്നെ സഹായിക്കുന്ന 2-3 പേരും കൂടിയുണ്ട്. അപ്പം അവർക്കും എന്തെങ്കിലും പൈസ കൊടുക്കാമല്ലോ. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുമ്പോഴും ഇതിൽ ഒരു ക്വസ്റ്റ്യന് 3 ഓപ്ഷൻസ് വെച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത് അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യം. അതിനോട് സാമ്യമായിട്ടുള്ള ഓപ്ഷൻസുകൾ കണ്ടുപിടിക്കണം, അത് ആഡ് ചെയ്യണം. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. സാധാരണ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്ത് പോകുന്നുള്ളത് അത്ര ടഫുള്ള കാര്യമല്ല. അതുപോലെ തന്നെ നിങ്ങളോട് ഞാൻ പറയുന്നത്, ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ചില കാറ്റഗറിയിൽ നിങ്ങൾക്ക് സ്റ്റാർ സിമ്പിൾ കാണും. ഈ സ്റ്റാർ സിമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കാറ്റഗറിയിൽ ഇത് ചോയ്സ് ക്വസ്റ്റ്യൻ ആണെങ്കിലും നിലവിലിപ്പോൾ അതിൽ ചോയ്സ് ആഡ് ചെയ്തിട്ടില്ല. അതായത് അത് അതിൻ്റെ ഓപ്ഷൻസുകൾ വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ നിലവിൽ ആൻസർ മാത്രമാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെയൊക്കെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്നും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിൻ്റെ ഡെമോൺസ്ട്രേഷൻ കണ്ടു നോക്കുക. അപ്പോൾ അതായത് ഞാനിതിൽ ഇപ്പം ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഈ ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങൾ എന്നുള്ളത്. അതൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 2 ആപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മൾക്ക്. നിലവിലിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഈ ഓൺലൈൻ എക്സാമിനെ കുറിച്ചിട്ടാണ്. ഇതാണ് ആപ്ലിക്കേഷൻ GKPSC ഓൺലൈൻ എക്സാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്കിവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്കിവിടെ ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലോഗിൻ ചോദിക്കും. അപ്പം അതിൽ നിങ്ങൾക്ക് ഇമെയിൽ അഡ്രസ്സും പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇമെയിൽ അഡ്രസ്സും ഒരു പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. പിന്നീട് അത് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യാം. ഏറ്റവും എളുപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഇവിടെ ഗൂഗിളായിട്ട് ലോഗിൻ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഗൂഗിൾ ടച്ച് ചെയ്യുക, നിങ്ങൾ അതിലേക്ക് ലോഗിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാമത് വരുന്ന സ്ക്രീൻ ഇതാണ്. അപ്പം ഞാൻ പറഞ്ഞ പ്രൊഫൈൽ അപ്ഡേറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ താഴെ ഒരു ബട്ടൺ കണ്ടില്ല, ഇപ്പം ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പം എന്നിട്ട് അതിനുശേഷം ഇവിടെ കാണുന്ന ഈ ഒരു മൊബൈൽ നമ്പർ എന്നുള്ള പോർഷനിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിർബന്ധമായിട്ട് ഈ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്നാൽ നിങ്ങൾക്ക് അതിൽ വാലിഡിറ്റി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ഇവിടെ നമുക്കിങ്ങനെ ഈ എഡിറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങളിങ്ങനെ നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് നമ്പർ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്ഡേറ്റ് ആവുന്നതാണ്. ഇനി നമ്മൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞു, ഇത് മുമ്പ് പ്ലേ സ്റ്റോറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ നിലവിൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അവരുടെ സ്കോറുകളാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്കൊരു ഓഫർ ഉണ്ട്. നിങ്ങൾ പെർ മന്ത് ഓരോ മാസവും ഏകദേശം ഒരു മാസം നിങ്ങൾ 50,000 പോയിന്റുകൾ, ഈ പോയിന്റുകളിൽ 50,000 പോയിന്റുകൾ നിങ്ങൾ നേടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻസ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അതായത് നിങ്ങൾ എല്ലാ മാസവും 50,000 പോയിന്റ് തികയ്ക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ യാതൊരുവിധ പൈസയും പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഈ ഫസ്റ്റത്തെ 100 രൂപ രജിസ്ട്രേഷൻ ചാർജ് അല്ലാതെ വേറൊരു പൈസയും ഇതിനു വേണ്ടി നിങ്ങൾ ചിലവാക്കേണ്ട ആവശ്യമില്ല. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിച്ച് പോകാം. അപ്പം ഇതിൽ 50,000 വരുന്ന ആൾക്കാരൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ വിടുന്നതാണ്. ഓക്കെ, ഇനി ക്വിസിലേക്ക് പോവാം. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ പ്ലേ ക്വിസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് കാറ്റഗറി വന്നിട്ടുണ്ട്. ഇപ്പോൾ കറണ്ട് അഫെയർ നമ്മളിപ്പം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഗ്രാമർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം പസിൽ വെബ്സ് ഉണ്ട്. ഓരോ പസിൽ വെബ്സിലും ഏകദേശം ഓരോന്നിലും 27 ലെവലുകളുണ്ട്. അതുപോലെ തന്നെ ഓരോ ലെവൽ വ്യത്യാസം ഉണ്ടാവും. ഈ ലെവലിൽ ക്വസ്റ്റ്യൻസ് വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷ് ഗ്രാമർ, മലയാളം ഗ്രാമർ പോലുള്ള ലെവലുകളിൽ ഒരു ലെവലിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് വരിക. GK വരുന്നതാണെങ്കിൽ GKയിൽ 20 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, 25 വരുന്നുണ്ട്, 30 വരുന്നുണ്ട്, 40 ക്വസ്റ്റ്യൻസ് ഒരു ലെവലിൽ വരുന്ന GK കാറ്റഗറീസൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഇത്രയും കാറ്റഗറി ഉണ്ട്. മലയാളം വ്യാകരണം എടുക്കുകയാണെങ്കിൽ
ഒരുപാട് സംഭവം ഇപ്പോൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പദശുദ്ധി, സന്ധി, വിശേഷണം, മുൻവർഷ ചോദ്യങ്ങൾ, കടങ്കഥകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇന്ത്യയുമായി ബന്ധപ്പെട്ടത് ഒരുവിധ എല്ലാ സംഭവങ്ങളും ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അതുപോലെ LDC മുൻവർഷ ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഓരോന്നും എടുത്തു നോക്കാം. GK ചോദ്യങ്ങളുണ്ട്. ഓരോന്നും നിങ്ങൾക്ക് എടുത്തു നോക്കാവുന്നതാണ്. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ സെൽഫ് ചലഞ്ച് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏതിലാണോ ക്വസ്റ്റ്യൻസ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസ് എടുക്കാം. നിങ്ങൾക്ക് ഉദാഹരണം ഇപ്പം ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇന്ത്യ, ഇപ്പം നമ്മൾക്ക് അടിസ്ഥാന വിവരങ്ങൾ തന്നിട്ടുണ്ട്. ഓരോരോ കാര്യങ്ങൾ അതിൽ നമുക്കിപ്പോൾ എടുക്കാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസിൽ ആഡ് ചെയ്ത ക്വസ്റ്റ്യൻസുകളുടെ ഇവിടെ നമ്പർ കാണിച്ചു തരും. അപ്പം നമ്മളിപ്പം ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രം എടുക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് സമയം സെറ്റ് ചെയ്യാം. എത്ര ക്വസ്റ്റ്യൻസ് വേണം, ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം എത്ര വേണമെങ്കിലും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 205 ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ സമയം ഏകദേശം ഒരു ഇത്രയൊന്നും വേണ്ട, നമുക്ക് ഒരു 30 പോട്ടെ, കുറച്ച് കൊടുക്കുക, 21 കൊടുക്കാം. ലെറ്റ് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരും. ഇവിടെ നിങ്ങൾക്ക് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എക്സാം എഴുതാം. അതുപോലെ നിങ്ങൾ ജസ്റ്റ് വായിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, സ്റ്റാർ ഇട്ട് ചില ക്വസ്റ്റ്യൻസുകളുണ്ട്. അപ്പോൾ ആ സ്റ്റാർ ഇട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടുന്ന് വായിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഞാനിപ്പം ഈ സ്റ്റാർ ഇട്ട് ക്വസ്റ്റ്യൻസ് ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഇതിനെ എക്സിറ്റ് ചെയ്യാം. ഇപ്പോൾ ഫ്രണ്ട്സ്, ഇതിപ്പം വാട്സപ്പ് പോലെ തന്നെയാണ്. ഒരിക്കലും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ചെയ്യുന്ന ഓരോ അപ്ഡേറ്റും ഇതിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ പ്രത്യേകിച്ച് അപ്ഡേറ്റും കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പം ഞാനിപ്പോൾ ഈ നിലവിൽ ഈ സെക്കൻഡിൽ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്താൽ പോലും ആ ക്വസ്റ്റ്യൻസ് ഇതിലേക്ക് ആഡ് ആവുന്നതായിരിക്കും. ഇപ്പം പ്ലേ കീസ് കൊടുക്കാം, നമ്മൾക്ക് ഇന്ത്യ എടുക്കാം. ബാക്കി ഓൾമോസ്റ്റ് എല്ലായിടത്തും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിലവിൽ ഇപ്പോൾ ആഡ് ചെയ്ത ക്വസ്റ്റ്യനുകളിൽ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യൻ സിനിമ കാണാം. അതിൽ സ്റ്റാർ ഉണ്ട്. ഓക്കെ, നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻസ് കൊടുക്കാത്തതാണ് സ്റ്റാർ ഇട്ട് വെച്ചിരിക്കുന്നത്. 2 കാര്യങ്ങൾക്ക് ഇവിടെ ഉള്ളൂ. ഒന്ന് ഇന്ത്യൻ സിനിമ, ഒന്ന് ഇന്ത്യൻ പ്രാചീന അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന ഈ 2 സെക്ഷൻസും. അപ്പോൾ ആ 2 സെക്ഷൻസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ സെൽഫ് ചലഞ്ച് എടുക്കാം. അതിൽ നമ്മൾ ഇന്ത്യ എടുക്കുന്നു. അതിൽ ഇന്ത്യൻ സിനിമ എടുത്തു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 150 കൊടുക്കാം. സമയം 15 മിനിറ്റ് കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പം ഇതുണ്ടല്ലേ ഇവിടെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ജസ്റ്റ് ഇങ്ങനെ പഠിക്കാൻ വേണ്ടി മാത്രമായിട്ട് പറ്റും. ക്യാൻ ചലച്ചിത്രോത്സവങ്ങളിൽ ആദരിക്കപ്പെട്ട ആദ്യ മലയാളി പാർവതി ഓമനക്കുട്ടൻ. ഓക്കെ, അപ്പം ഇതിങ്ങനെ നെക്സ്റ്റ് അടിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. കാരണം ഇതുണ്ടല്ലേ, ചിലതിൽ നമ്മൾ ഓപ്ഷൻസ് ആഡ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിന് സ്റ്റാർ ഇട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഇവിടെ നിന്ന് വായിക്കാം. ഇതിങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ടും നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നെക്സ്റ്റ് അടിച്ചും വായിക്കാൻ പറ്റും. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഈ സെൽഫ് ചലഞ്ച് നിങ്ങൾക്ക് റീഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതായത് നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യങ്ങൾ എക്സാം അല്ലാത്ത രീതിയിൽ പഠിച്ചു പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഓരോരോ പോയിന്റ് ബേസ് നിങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങനെ പഠിച്ചു പോകാൻ വേണ്ടിയിട്ടും സാധിക്കും. ഉണ്ടല്ലേ? അപ്പം ഇതേപോലെ സാധിക്കും. അപ്പം ഞാൻ പറയുന്നത്, ഞാൻ ഓൾമോസ്റ്റ് എന്താ പറയുക, നമ്മൾക്ക് ആവശ്യമുള്ള എല്ലാ പോയിന്റുകളും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഭരണഘടന എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓരോ ദിവസം അപ്ഡേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ഭരണഘടന. ഓക്കെ, അതിലിപ്പോൾ ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങളിൽ പ്രധാനപ്പെട്ട തീയതികൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന കടം വാങ്ങിയവ, ഇന്ത്യൻ ഭരണഘടന പ്രധാന ഭാഗങ്ങൾ, സുപ്രധാന അനുച്ഛേദങ്ങൾ, ഇനി ഇവിടെ സുപ്രധാന നിയമങ്ങൾ, അതുപോലെ തന്നെ പട്ടികകൾ ഓരോന്നും വരുന്നുണ്ട്. നമുക്ക് ഓരോന്നും എടുത്ത് പഠിക്കാൻ സാധിക്കും. പ്രധാനപ്പെട്ട തീയതികൾ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ തിരഞ്ഞെടുത്തത് എപ്പോഴാണ്. ഓക്കെ, അപ്പം ഇതിൽ നമുക്കിങ്ങനെ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇങ്ങനെ ആൻസർ ചെയ്തിട്ട് നമുക്ക് പോവാം. അതുപോലെ അപ്പം ഞാനിത് നിങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പം നമ്മളിവിടെ കൊടുക്കുക. ഇപ്പോൾ കുറച്ചെണ്ണം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ റാൻഡായിട്ട് കൊടുക്കാം. ഒരു ഓപ്ഷൻ ഇങ്ങനെ റാൻഡായിട്ട് ചെയ്യുന്ന കേട്ടോ, അല്ലാണ്ട് ഞാൻ തെറ്റിയിട്ട് കൊടുക്കുന്നതല്ല. നമ്മളിങ്ങനെ ചെയ്തു പോയ അവസാനം നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് വരും. ഉപ്സ്, ലെവൽ നോട്ട് കംപ്ലീറ്റഡ്, പ്ലേ അഗെയിൻ. അപ്പം ഇതിൽ കുറഞ്ഞത് പകുതി ക്വസ്റ്റ്യൻസുകളെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ വേണ്ടി പറ്റും. അതിലും താഴെയാണെങ്കിൽ പ്ലേ അഗെയിൻ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് ഒന്നുകൂടി കളിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം നമ്മളിങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ അവിടെ റിവ്യൂ ആൻസേഴ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ? ഇതെടുക്കുക. ഇതെടുത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ എടുത്തു നോക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ചെയ്ത ഉത്തരം ഏതാണ്, അതുപോലെ തന്നെ യഥാർത്ഥ ഉത്തരം ഏതാണ്, ഈ സംഭവങ്ങളുണ്ട്. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഒരു ഇപ്പം ഇത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും,
ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ ഇന്നത് പ്രശ്നമാണെന്നുള്ളത് നമുക്ക് അറിയിക്കാൻ വേണ്ടി പറ്റും. ഇനി അതല്ല, എനിക്ക് എന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ട് എനിക്ക് ഇന്ന കാറ്റഗറി ഇതിൽ ആഡ് ചെയ്യുന്ന ആഗ്രഹമുണ്ട്, ഇന്ന കാറ്റഗറി ആഡ് ചെയ്ത് തരുമെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ മതി, പ്ലീസ് ആഡ്, അല്ലെങ്കിൽ എന്ത് നിങ്ങൾ സാധാ കമ്മ്യൂണിക്കേഷൻ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ മെസ്സേജ് ചെയ്യാം. പ്ലീസ് ആഡ് ഇന്ന കാറ്റഗറിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഏതാ വിഷയം എന്ന് വെച്ചാൽ അതിൻ്റെ ഇത് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കത് കാണാൻ വേണ്ടി പറ്റും. ഞാൻ മാക്സിമം അന്ന് തന്നെ അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ആ ഒരു കാറ്റഗറി ആഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. വാട്സപ്പ് നമ്പർ തരാം, അല്ലാതെയും കോൺടാക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞു, ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇത്തരത്തിൽ എക്സാം ചെയ്ത് പഠിച്ചാൽ ഉറപ്പായിട്ടും മറക്കില്ല. ഒരു 3 വട്ടം ഇത് ഒരു സംഭവം, ഇപ്പം ഞാൻ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഇന്ത്യയിൽ ചുരങ്ങളുണ്ട്, പ്രധാനപ്പെട്ട ചുരങ്ങൾ, ലിപ്പിലേക്ക് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എന്താ പറയുക, ഇത് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോന്ന് ചെയ്ത് പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. മനസ്സിലായില്ലേ? അപ്പം ഇത് വളരെ ഉപകാരപ്പെടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം വിത്തിനങ്ങൾ. ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മളോട് ഇതിലെ നിലവിൽ ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള നമ്മളെ സ്കൂൾ പാഠപദ്ധതിയിലെ ക്വസ്റ്റ്യൻസിലാണ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും ഇത്തരം ക്വസ്റ്റ്യനുകൾ ഇതിൽ കാണാൻ വേണ്ടി പറ്റും. എന്താ പറയുക, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. അത് മാത്രമല്ല, നമ്മൾ LDC ഇപ്പോൾ മെയിനായിട്ട് LDC ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ LDCയുടെ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ ആഡ് ചെയ്തിട്ടുള്ള എത്ര ക്വസ്റ്റ്യൻസുകൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ പരീക്ഷയിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ കൊണ്ട് ഞാൻ ചെയ്യാം. അത് നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ കേരള അല്ല, ബയോളജി എടുക്കാം. അപ്പോൾ അതിൽ ഓരോന്ന് ആഡ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പം ബയോളജി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാർഷിക വിത്തിനങ്ങൾ കണ്ടില്ലേ, ഇത് ഇവിടെ നല്ല നമുക്ക് അപ്പുറം എടുക്കാം. ഇതിപ്പോൾ എക്സാം ആയിട്ടാകുമ്പോൾ അവൾക്ക് അത്ര ഒരു ഈസി അല്ല. ഓക്കെ, സെൽഫ് ചാലഞ്ച്, അത് സൗണ്ടൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ രസം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് മാറ്റുന്നത് കേട്ടോ. ബയോളജി, ഇവിടെ ഇവിടെ ഞാൻ ഏകദേശം 100 വിത്തിനങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് കണ്ടില്ലേ, ലക്ഷദ്വീപ് ഓർഡിനറിയും അതുപോലെ തന്നെ ചാവക്കാട് ഓറഞ്ചും എന്നീ തെങ്ങിനങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന സങ്കരയാണ് കേട്ടോ. അത് ടൈപ്പ് ചെയ്തതിൽ മിസ്റ്റേക്ക് തന്നെയാണ്. സങ്കരണം തെങ്ങ് വിള ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ തരത്തിലുള്ള ലക്ഷഗംഗ ഏതിൻ്റെ വിത്തിനമാണ്? നമുക്കറിയാം തെങ്ങാണത്. അപ്പം ഇത്തരത്തിൽ കല്യാൺ സോന, പ്രിയ, ഇങ്ങനെ ഓരോന്നും നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം എന്താ പറയുക, ഇത്തരത്തിൽ നിങ്ങൾക്ക് വായിച്ചു പഠിക്കാൻ ഇതും ഒരു എക്സാം തന്നെയാണ് കേട്ടോ. ഇവിടെ നിങ്ങളിപ്പോൾ നെല്ല് കൊടുത്തു, മധുമതി കരിമ്പാട്ടോ, ഇത് കരിമ്പ് കൊടുത്തു. അതുപോലെ തന്നെ ഇതൊക്കെ കൊടുത്തിട്ട് സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ യെസ് അവിടെ കാണിക്കും നിങ്ങൾ എത്ര അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ചലഞ്ച് ടൈം 9 മണിക്കൂറാണ്. നിങ്ങൾ ഉപയോഗിച്ച സമയം 40 സെക്കൻഡാണ്. അതുപോലെ തന്നെ ഇത്രേ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ, അത് കറക്റ്റ് തന്നെയാണ്. റിവ്യൂ ആൻസേഴ്സ് എടുത്ത് നോക്കാം. അപ്പോൾ അതിലെല്ലാത്തിനെയും കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് ഇങ്ങനെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ വളരെ ഉപകാരമാണ് ഇതായിരിക്കും ഉപയോഗിക്കുന്നവർക്ക്. ഇത് ഉപയോഗിച്ച് നോക്കി കഴിഞ്ഞാൽ എന്തായാലും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ വിനീഷ് ഇവിടെ നിങ്ങൾക്കാണ്, ഈ വിനീഷ് ഇവിടെ ഇത് ഉപയോഗിച്ച കാലം മുതലേ എല്ലാ ദിവസവും ഓൾമോസ്റ്റ് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് ഒരാഴ്ചയിലോ കൃത്യമായിട്ട് വന്നിട്ട് അവർ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഗുണം ഇദ്ദേഹത്തിന് എന്തായാലും കിട്ടും. ഇദ്ദേഹം ഇതിൽ ഏകദേശം 30,000-ലധികം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെ യൂസേഴ്സിൻ്റെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സ്റ്റാറ്റിക്സ് എടുക്കാൻ വേണ്ടി പറ്റും. ഉണ്ടല്ലേ, ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം നമ്മൾ റാങ്ക് എത്രയാണ്, അതുപോലെ തന്നെ കോയിൻസുകൾ എത്ര കിട്ടിയിട്ടുണ്ട്, സ്കോർ. അതുപോലെ തന്നെ ഇത് എന്ന് വെച്ചാൽ നമ്മൾ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് 1579 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തതിൽ 1529 കറക്റ്റ് ആൻസറാണ്, 350 തെറ്റാണ്. നമ്മൾ എത്രത്തോളം നമ്മൾക്ക് ഇതുണ്ടെന്നൊക്കെ കാര്യങ്ങൾ നമ്മൾ GK ലെവലിലൂടെ കൂടുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ പിന്നെ ഒരു ഓപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മളിവിടെ പ്ലേക്കിസ് എടുത്തു, ഇംഗ്ലീഷ് ഗ്രാമർ എടുത്തു, ഫ്ലൂയിഡിറ്റി ഇത് കുറച്ചേ ഉള്ളൂ നമ്മൾ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തു. ഓക്കെ, ഒന്ന് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മളിവിടെ കുറച്ചെണ്ണം തെറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ റിവ്യൂ ആൻസേഴ്സ് എടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കുറച്ച് ശരിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് തെറ്റിയിട്ടുണ്ടല്ലോ, ഇത്രയും കാര്യങ്ങൾ തെറ്റിയിട്ടുണ്ട്. അപ്പം ഈ തെറ്റായ ആൻസർ നമ്മളിവിടെ ചെയ്യുക. ഇവിടെ മുകളിലൊരു ചിഹ്നം കാണും, ഇത് ബുക്ക് മാർക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത അതേപോലെ തന്നെ ബുക്ക് മാർക്ക് ചെയ്യുക. തെറ്റിയതൊക്കെ നമുക്ക് അങ്ങനെ ബുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ തെറ്റിയതൊക്കെ നമ്മൾ ബുക്ക് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉപകാരം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ബുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് പിറകിലേക്ക് വരാം.
ഇനി നമുക്ക് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ബുക്ക് മാർക്സ് ഉണ്ട്, കണ്ടില്ലേ? അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ കാണാം ബുക്ക് മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസും അതിൻ്റെ റൈറ്റ് ആൻസർ ഇവിടെ ഉണ്ട്. ഇനി പ്ലേ ബുക്ക് മാർക്ക് കൊടുക്കാം. അപ്പം നിങ്ങൾ ഏത് കാറ്റഗറിയിൽ നിന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഒറ്റ ലിസ്റ്റിൽ ഇവിടെ വരാം. അപ്പോൾ നമുക്ക് തെറ്റിയ കാര്യം എന്തെങ്കിലും ഇവിടെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് ഓരോന്നും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്ക് അടിക്കാം. അപ്പോൾ നമ്മൾക്ക് ഒരു 4-5 പ്രാവശ്യം ഇത് ചെയ്യുമ്പോൾ ആ ഉത്തരം കറക്റ്റായെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാം. കണ്ടില്ലേ? ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് നമ്മൾ പഠിച്ചു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനും സാധിക്കും. അപ്പം അങ്ങനെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. 100 രൂപയാണ് ഇതിൻ്റെ എൻട്രി ചാർജ്. പിന്നെ പെർ മന്ത് 50 രൂപയാണ്. ഈ പെർ മന്ത് 50 രൂപ എന്നുള്ളത് നിങ്ങൾക്ക് ഒന്നിച്ച് വേണമെങ്കിൽ 2-3 മാസത്തേക്ക് ഒന്നിച്ച് ചെയ്യാം. കാരണം നമ്മൾ സാധാരണ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്ന പോലെ നിങ്ങൾ പറയാം. അതുപോലെ തന്നെ നിങ്ങൾ ഗൂഗിൾ പേയിലേക്കോ അല്ലെങ്കിൽ ഫോൺ പേ, പേടിഎം ഏതിലേക്കാണോ നിങ്ങൾ പൈസ അയക്കുന്നത്. ഇപ്പം നിലവിൽ കണ്ടെങ്കിൽ പേടിഎമ്മിൻ്റെ ഒരു QR കോഡാണുള്ളത്, നിങ്ങൾക്ക് അയച്ചു തരും. അതിലേക്ക് പൈസ അയച്ചാൽ മതി. അങ്ങനെയാണ് പൈസ അയച്ചതിന് ശേഷം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക, സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് നിങ്ങൾ പേ ചെയ്ത് സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ഇന്നയാളാണ്, എൻ്റെ ഫോൺ നമ്പർ ഇതാണ്, ഞാൻ ഇത്ര പേ ചെയ്തിട്ടുണ്ട് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വാലിഡിറ്റി ഞാൻ കൂട്ടി തരുന്നതാണ്. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് ടെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരും എന്നെ കോൺടാക്ട് ചെയ്യാൻ. നിങ്ങൾക്ക് ഞാൻ വാട്സപ്പിലൂടെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ അയച്ചു തരുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കണോ വേണ്ടോ തീരുമാനിക്കാം. മൊബൈൽ നമ്പർ എന്തെങ്കിലും ആഡ് ചെയ്യാം. അല്ലാതെ ടെസ്റ്റിന് വേണ്ടി ആഡ് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവിടെ ആ യൂസർ ലോഗിൻ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ബാക്കിയുള്ള കോൺടാക്ട്സിന് വേണ്ടിയിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ ഇപ്പോൾ 2024 LDCയിൽ നമ്മളുടെ എന്താ പറയുക, നമ്മൾക്ക് മുമ്പ് 2024 മുമ്പ് നടന്നിരിക്കുന്ന LDCകളുണ്ടല്ലോ, 21, 20 നടന്ന LDCയുടെ മെയിൻ സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ 2 എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ മെയിനിലുള്ള സിലബസിൽ വരുന്ന കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇങ്ങനെ ഓരോന്നും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതേപോലെ തന്നെ ഇതേ പേരിൽ നമുക്ക് സബ് കാറ്റഗറീസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങളും മാക്സിമം സഹകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുപോകാം. അപ്പം ഇത്രയാണ് നമ്മൾ അതിൽ ആഡ് ചെയ്യാൻ പോകുന്നിട്ടുള്ള ബാക്കി സബ് കാറ്റഗറികൾ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, കറണ്ട് അഫെയർ 20 മാർക്കിൻ്റെ ഉണ്ട്. പക്ഷേ അതിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ മാത്രമേ നമ്മളതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പം കറണ്ട് അഫെയർ ഞാൻ ഇത്രയും പറയുന്നില്ല. പക്ഷേ GK എന്തായാലും നിങ്ങൾക്ക് ഏകദേശം മുഴുവൻ മാർക്കും ഇതിൽ നിന്ന് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാൻ ഇപ്പോഴും പറഞ്ഞില്ല, ഈ LDC എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര ക്വസ്റ്റ്യൻസുകൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതൊക്കെയാണ് സിലബസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചതിന് കാരണം ഇത് ഓരോന്നും അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും സബ് കാറ്റഗറീസ് ആണ് അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ആർക്കൊക്കെ ഈ ആപ്ലിക്കേഷൻ വേണമെന്നുള്ളത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. നമുക്ക് വാട്സപ്പിൽ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറയുന്നത് നിങ്ങളിപ്പം ഈ ചില ആൾക്കാരുണ്ട് എക്സാമിൻ്റെ സമയത്ത് മാത്രം പഠിക്കുന്ന ആൾക്കാർക്ക്. അപ്പം ഏറ്റവും കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്കൊരു ഓൺലൈൻ ഒരു ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യം നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 2500 രൂപയിൽ കുറഞ്ഞിട്ട് ഒരു സബ്സ്ക്രിപ്ഷനും നിങ്ങൾക്ക് ലഭിക്കില്ല. എൻ്റെ ഈ ആപ്ലിക്കേഷനിൽ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്യുക. താല്പര്യമുള്ള ആൾക്കാർക്ക് മെസ്സേജ് ചെയ്ത് ഞാൻ ആ വാട്സപ്പ് വഴി ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും. ആ ലിങ്കിൽ കയറിയിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിൽ ഈ ആപ്ലിക്കേഷൻ്റെ APK ഫയൽ, ഞാൻ ഇപ്പോഴും പറയാം, പ്ലേ സ്റ്റോറിൽ ഉണ്ടായിരുന്ന ആപ്ലിക്കേഷനാണ്. നിലവിൽ ഇപ്പം ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞു. കാരണം അതിൻ്റെ അപ്ഡേഷനിൽ കുറച്ചുകൂടി ബാക്കിയുണ്ട്. ഇപ്പോൾ പുതിയ അപ്ഡേഷൻ വന്നിട്ടില്ല. അപ്ഡേഷൻ വരികയാണെങ്കിൽ ഇതേ പേയ്മെൻറ്റ് മെത്തേഡ് വെച്ചിട്ട് ഞാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇത് ചെയ്യാം. അപ്പോൾ അധികം ആൾക്കും ഇത് പൈസ കൊടുത്ത് വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആൾക്കും മുഷിപ്പിൻ്റെ കാര്യമാണ്. എനിക്കറിയാം, നമ്മളെല്ലാവരും ഫ്രീയുടെ പിറകിൽ പോകുന്ന ആൾക്കാരാണ്. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങൾ ആരെങ്കിലും ഒരാൾ പൈസ കൊടുത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ വാങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതൊരു ഉപകാരം ഉണ്ടാവും, ഉറപ്പായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ എങ്ങനെയായാലും വാട്സപ്പിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലൂടെ പറയാം. നിങ്ങളുടെ ഫോണിലേക്ക് അതിൻ്റെ ഫയൽ ഞാൻ അയച്ചു തരും വാട്സപ്പിൽ, അല്ലെങ്കിൽ ഒരു ലിങ്ക് തരാം. ആ ലിങ്ക് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. APK ആയിട്ടാണ്, അപ്പം എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നാണ്. അതനുസരിച്ച് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യാം. ഈ മൊബൈൽ നമ്പർ നിങ്ങൾ നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യണം. കാരണം ഈ മൊബൈൽ നമ്പറിലാണ് വാലിഡിറ്റി ആഡ് ചെയ്യുന്നത്. ഓരോ ആൾക്കാരും നമ്മൾ തീരുമാനിക്കുന്നവരുടെ മൊബൈൽ നമ്പർ അനുസരിച്ചിട്ടാണ്, മൊബൈൽ നമ്പറിലാണ് നമ്മൾ വാലിഡിറ്റി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്യുക. നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഗൂഗിൾ അക്കൗണ്ട്, അതായത് എല്ലാവർക്കും
ഒരു ഏതൊരു ആൻഡ്രോയിഡ് ഫോണിലും ഒരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാവും. ആ ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ചുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റിങ്സിൽ പ്രൊഫൈലിൽ പോയിട്ട് അവിടെ മൊബൈൽ നമ്പർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യും, വാലിഡിറ്റി ആഡ് ചെയ്ത് തരുന്നതാണ്. അപ്പം കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞതിന് വേണ്ടിയിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പം എല്ലാവർക്കും ഈ ആപ്ലിക്കേഷൻ ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.